നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടാൻ ഇനി എന്ത് ചെയ്യണം? കാരണം എംബാപ്പെ മൂന്നാം സ്ഥാനത്തുള്ള മത്സരത്തിൽ ബ്രേസാണ് നേടിയത്. ഇരട്ട ഗോളുകൾ മാത്രമല്ല, ഒരു അസിസ്റ്റും സ്വന്തമാക്കി. അതോടുകൂടി സംഭവിച്ചത്, ഗോളിൻ്റെ കാര്യത്തിൽ മെസ്സിയേക്കാൾ 2 ഗോളിന് മുന്നിലായി എംബാപ്പെ. 10 ഗോളുകൾ, മെസ്സിക്ക് 8 ഗോളുകൾ. അസിസ്റ്റോ എംബാപ്പയ്ക്ക് 4, മെസ്സിക്ക് 4 എന്ന രൂപത്തിലായി. അപ്പം മെസ്സി ഇന്ന് ഫൈനൽ മത്സരത്തിൽ ബ്രേസ് നേടിയാൽ പോലും എംബാപ്പയ്ക്കൊപ്പം എത്തുകയുള്ളൂ. 10 ഗോളുകളും 4 അസിസ്റ്റുമായിട്ട് അപ്പോഴും നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരേ ഗോളുകൾ 2 താരങ്ങളും അടിച്ചാൽ ടൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടത് ആദ്യം അസിസ്റ്റ് നോക്കും. അസിസ്റ്റും ടൈ ആയാലോ പിന്നെ ആരാണ് കുറച്ച് മിനിറ്റുകൾ കളിച്ച് നോക്കും. ഫ്യൂവസ്റ്റ് മിനിറ്റ്സ് കളിച്ചിട്ട് ഇത്രയും ഗോൾ അടിച്ച് ആരാ നോക്കും. ഇപ്പോൾ മെസ്സി ഇന്ന് ഫൈനലല്ലേ, 90 മിനിറ്റ് എന്തായാലും കളിക്കും. അപ്പം അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും എംബാപ്പയാണ് ഫ്യൂവസ്റ്റ് മിനിറ്റ് കളിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് പോകും. അപ്പം മെസ്സി ബ്രേസ് അടിച്ചതുകൊണ്ടായില്ല, ഇരട്ട ഗോളുകൾ അടിച്ചതുകൊണ്ടായില്ല വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് കിട്ടാൻ. അപ്പം മെസ്സി എന്ത് ചെയ്യണം? മെസ്സി ചെയ്യേണ്ട കാര്യങ്ങൾ 2 തരത്തിൽ മെസ്സിക്ക് ഈ വേൾഡ് കപ്പിൻ്റെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ പറ്റും. ഒന്ന്, ഹാട്രിക് അടിക്കുക. ഫൈനലിൽ സ്പെയിനെതിരെ ഹാട്രിക് അടിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ 11 ഗോളുകളായി, എംബാപ്പയ്ക്ക് 10 ഗോളുകളാവും, സംശയമില്ല. അതും കൊണ്ട് ഗോൾഡൻ ബൂട്ടും കൊണ്ട് മെസ്സി പോകും. അതല്ല, ബ്രേസ് അടിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ മാർഗം എന്താണ്? ബ്രേസ് അടിക്കുക പ്ലസ് ഒരു അസിസ്റ്റും സ്വന്തമാക്കുക. ഫൈനലിൽ ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കുക. അങ്ങനെയാണെങ്കിൽ 2 പേർക്കും 10 വീതം ഗോളുകളാവും. മെസ്സിക്ക് അസിസ്റ്റ് വെച്ച് ടൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 5 അസിസ്റ്റും എംബാപ്പയ്ക്ക് 4 അസിസ്റ്റും ആകും. അതാണ് ഇനി ലയണൽ മെസ്സിക്ക് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഈ ഒരു ടൈ ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള, ഗോൾഡൻ ബൂട്ട് കൊണ്ടുപോകാനുള്ള മാർഗം. അപ്പോൾ 2 വഴികളാണ് മെസ്സിക്കുള്ള. ഒന്ന്, 3 അതിലധികമോ ഗോളുകൾ അടിക്കുക. 2 ഗോളും ഒരു അസിസ്റ്റെങ്കിലും സ്വന്തമാക്കുകയും ചെയ്യുക. ഇതാണ് മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് നേടാനുള്ള ഒരേ ഒരു വഴി. അപ്പോൾ ഇനി നമ്മൾ നോക്കാം, നിലവിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ ആരാണ് മുമ്പിൽ, എങ്ങനെയൊക്കെയാണ് ആദ്യത്തെ സ്ഥാനങ്ങളിലുള്ളത്. എംബാപ്പെ 10 ഗോളുകളുമായി ഒന്നാമത്, മെസ്സി 8 ഗോളുകളുമായി രണ്ടാമത്, ബെല്ലിംഗാമും ഏർലിംഗ് ഹാലൻഡും 7 വീതം ഗോളുകൾ, ഓസ്മാൻ ഡെംബലയും ഹാരി കെയ്നും 6 വീതം ഗോളുകൾ, മൈക്കൽ ഓയർസബാളിന് 5 ഗോളുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.